എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണാർക്കാട്ടേക്ക് പോവാണ്. സാജിന്റെ പെരേക്ക് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ മുന്നേ ഞങ്ങള് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണ്ട നമുക്ക്. ഇതും സാജിന്റെ പെരേക്ക് പോകുമ്പോ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണം ഞങ്ങൾക്ക്. ഞാൻ ഇത് മേടിക്കും. ഇത് ഒരെണ്ണം, 2 എണ്ണം, 3 എണ്ണം പോരെ? അതിനോ ഇതെന്തിനാ? ഓക്കെ, ഇതെല്ലാവർക്കും ഇത് തിന്ന. പച്ച ജ്യൂസ് കുടിക്കാം. വലിയ ജ്യൂസ് കുടിക്കാം. വലിയ ജ്യൂസ് അതല്ലേ പറഞ്ഞ വലുത് മേടിക്കാന്. വലുതെടുത്തോ. അതല്ല ഓറഞ്ച് അല്ലേ വേണ്ടി നമുക്ക്. അല്ല അതല്ല, മാംഗോ മേടിക്കും. മാംഗോ മതിയില്ലേ? അങ്ങോട്ട് ഞാൻ പൊട്ടിച്ചത്. ഇതൊക്കെ ഏത് കൊല്ലത്തിൽ കുടിച്ചു തീർക്കുന്നു? സ്ട്രോ എവിടെ? കുഴപ്പമുണ്ട്, ഞാൻ ആദ്യം കുടിച്ചു നോക്കട്ടെ. തന്ത കുടിക്കും ആദ്യം, ടെസ്റ്റ് ചെയ്തിട്ട് തരുള്ളൂ. മേത്തുകാക്കിട്ടോ, മേത്തുകാക്കിയ കിട്ടുവേ. വണ്ടി ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല. അതല്ല ചെരി വരുന്നുണ്ട് ഈ കുടിക്കല്ലേ. Oh my goodness. എന്താണ്? My God, my brain is sick. Oh my God. Oh my God, my brain is goodness. Goodness. Oh my goodness. What is this? Minchi. Oh my goodness. Oh my goodness. What is some drinking? The back look. Oh my goodness. What is some drinking? എന്ത്? Oh my എന്ത്? Oh my goodness. What am I drinking, bro? ഭയങ്കരട്ടാ. ഞങ്ങൾ ഇന്ന് സാജിന്റെ പേരേക്ക് പോവാണ്. അപ്പൊ മുട്ടായി ഒന്നും മേടിച്ചാനില്ല. അപ്പൊ കുറച്ച് ഇതൊക്കെ മേടിച്ചു. അവിടെ കുറെ ആൾക്കാരുള്ളായിരുന്നു. നല്ല രസമല്ലേ ഇതിങ്ങനെ തിന്നാനും. ഈ എന്താ പറയാ, സൂര്യകാന്തിന്റെ കുരു ഇല്ലത്? സൺഫ്ലവർ തന്നെയല്ല സൂര്യകാന്തി. പക്ഷെ ഈ ഹെഡ്സെറ്റ് വീടുണ്ട് തമ്മിൽ കുത്തിച്ച അതിലിട്ടേക്ക്. Oh my god. നമ്മൾ അതില് രാജ്യം വിട്ട് പോവാണ്. സാജിന്റെ പേരിലുണ്ട് പൂച്ചക്കുട്ടി. അവിടുന്ന് മേടിക്കാൻ പോകും. ഞാൻ നേരെ വീഡിയോസിൽ കണ്ടിരുന്നു. ആരാണ് കോളേജത്തെ സ്റ്റുഡന്റ് ആണ് സാജി. അപ്പൊ പച്ചി എന്താപ്പോ പണ്ട് എന്താപ്പോ അതിന് ഇഷ്ടേനു. ഇപ്പൊ എന്താപ്പോ ഇഷ്ടല്ല. ഇല്ലാത്ത പറയലടാ ഹംക്കെ. സാജിനെ ഞാൻ പണ്ട് പ്രേമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കാണാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. അതിനാണ് ഹംക്കെന്ന് വിളിച്ചത്. ഞാൻ പോലും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാജിന്റെ പേര് അറിയാ? പറഞ്ഞുതരൂ.
കാണണം ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പൊ കാണാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുത്തോണ്ട് പോവാ പോലെ. ഇല്ലാത്തൊരു പൂച്ചക്കുട്ടി. ആ ആപ്പിളെന്തേ? ആ ആപ്പിളെന്തേ? അതിനൊരു നാട്ടിൽ പോണേ. വേണ്ടാടോ നാട്ടിൽ പോണ്ടെന്ന് പറഞ്ഞു. അവിടെ ആരുമില്ലല്ലോ കാണാനായിട്ടോ. മഴ മജിലാണ്. എന്തെങ്കിലും മജിനാ ഇത് സൺഫ്ലവറിന്ന് ഇന്ന കുരുകളാ. സൺഫ്ലവറിന്ന് വരുന്ന കുരു. എന്താണ് പറ്റാ? ഇത് നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യണം. രസമുണ്ട് തിന്നാൻ. നിങ്ങൾ തിന്നോക്കുന്നത് തിന്നോ? എന്നെ പൊട്ടിച്ചു കൊടുക്കണ കാണിച്ചു കൊടുക്കോ? കാണിച്ചു കൊടുത്തല. ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാനൊരു കടി അടിക്ക. എന്നിട്ട് ഞാൻ പിന്നെ ഇത് കടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇത് തൊള്ളിക്കില്ല. ആ പറയാൻ പറ്റില്ല. നല്ല രസം. ഉപ്പ് രസം ഉണ്ട് ഇതുമ്മല്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. വെള്ളം ഇവിടെ നമ്മള് ചൊല്ലുണ്ടല്ലോ അല്ലെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അത് എന്തിനാ സംഭവം ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ ഗൈസ് നമ്മള് ഒരു ക്യൂആൻഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഉത്തരങ്ങള് എന്താണ്? എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ. ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മളോട് എന്തൊക്കെയാണ്. പിന്നെ കിട്ടൂല. സത്യം പറയാനേ ഞാൻ പറ്റുന്ന ഒന്നിനും കളിയാക്കൂല. പിന്നെ കിട്ടൂല. ഉറപ്പാ? അപ്പൊ ഞാൻ ഇപ്പൊ എന്താ മറുപടി പറയണ്ടേ? എന്ത് വേണമെങ്കിൽ പറയാം. ആ വേണം. ആര്? ഇപ്പച്ചിയോ? ഉള്ള ലുക്ക് പോലെ ഇനി വേണം. സൗകര്യം ഇല്ല. മുടി വെട്ടിട്ടുള്ള പെണ്ണിനെ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞത് നല്ല മുടിയൊക്കെ വെട്ടിട്ട് നല്ല ലുക്കില്ല നല്ല വെളുത്ത പെണ്ണിന് വേണോന്ന്. വെളുത്ത പെണ്ണിന് വേണം. വെളുത്ത പെണ്ണിനെ ഇപ്പൊ നമുക്ക് എവിടുന്ന കിട്ടും? പപ്പാനോടോ? പപ്പാന്റെ ഗേൾഫ്രണ്ട് അല്ലേ ഉണ്ടാവുക? പപ്പാന്റെ ഗേൾഫ്രണ്ട് അല്ലേ ഉണ്ടാവുക? ഇജ്ജ് പറ, ഇജ്ജ് തരുവോ? കേട്ടെ. ആ ലുക്കുണ്ട്. മീശൊക്കെ ഇങ്ങനെ പിടിച്ചേക്കാം. കണ്ണട എടുക്കാം. കണ്ണട ഒന്നും വേണ്ട. എന്താണ് അറിയാ? കൊറേ മണി. 2 മണി പോരെ? 2 മണി പോരാ? നോട്ട്. ഓക്കെ. കൊറേ 10 രൂപ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കാട്ടുക. ഇങ്ങനെ പോകണം. അതിന്റെ പകരം 5 രൂപ എടുത്താൽ മതിയില്ല? 10ന്റെ പകരം ഉള്ള 2 മണിക്ക് ഇപ്പൊ എന്നെ കെട്ടിച്ചു തരുവോ? കെട്ടിച്ചോ? അത് പറയും. കൊറേ മണിയൊന്നും വേണ്ട. പിന്നെ ഉള്ള 2 മണി. അതിനുള്ള പക്ഷെ അതല്ല ഉദ്ദേശിച്ചത്. അല്ല ഇവര് അതല്ല ഉദ്ദേശിച്ചത്. പൈസ അല്ല ഉദ്ദേശിച്ചത്. റിച്ച് ആണ്. റിച്ച് പീപ്പിൾക്ക് എത്ര മണിയുണ്ട്?
എത്ര പറയും? ബില്യൺസ് ഓർ മില്യൺസ് ഏതാണ്? പിന്നെ ആരുടെയാ? പറ. അപ്പൊ എന്നെ കെട്ടിക്ക്. അനക്ക് പൂച്ചക്കുട്ടിനെ മേടിച്ചാലോ? എനിക്കൊരു പെൺകുട്ടിനെ മേടിച്ചിട്ട് ആയിക്കോട്ടെ. എനിക്ക് ഞാൻ പൂച്ചക്കുട്ടിനെ മേടിച്ചത് ഇച്ചിരി പെണ്ണിനെ മേടിച്ചെന്നതാ. അപ്പൊ ഇച്ചിരി പെണ്ണിനെ എടുത്തോട്ടെ. ഉറപ്പാ? പിന്നെ മാറ്റുവാൻ മാറിയല്ല. പഠിച്ചോ സത്യം. എന്നാല് ഇനി പെണ്ണ് കണ്ടുവെച്ചിക്കണോ? എവിടെ? വീഡിയോസിലൊക്കെ കണ്ടിട്ട് ആ പെണ്ണിനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഏതാ പെണ്ണ്? ഏതാ പെണ്ണിന്റെ പേരെന്താ? സീക്രട്ടാ? ബ്യൂട്ടിഫുൾ നെയ്മാ? കാണാൻ എങ്ങനെയുണ്ട്? ഇജ്ജ് കണ്ടിക്കണോ? എവിടുന്ന്? നമ്പർ ഉണ്ടോ? 103 അല്ല 1032. എന്താണത്? കോൾ ചെയ്യണമെങ്കിൽ എത്ര നമ്പർ അറിയോ? നമ്പർ 1032. അതാണ് വെറുതെ നുണച്ചിന്നാണ് പറയട്ടോ. കച്ചവടം അടിയാ. ചോറൊക്കെ കഴിച്ചോ? ചോറ് കഴിച്ചോ? ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ കമന്റ് ചെയ്തോളി. നമ്മള് ക്വസ്റ്റ്യനുകളൊക്കെ ഫാത്തിമാനിക്കോ അജ്മാനിക്കോ പോവാം. പോണം. വേണ്ട 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 വേണ്ട. മുടി വെട്ടിയിട്ട് ചുറുക്ക് കുറഞ്ഞേന് ഇജിലുക്കായി. ഇതിനെ വണ്ടി വെട്ടിട്ട് സൂപ്പറായില്ലേ? എന്താ ഉമ്മ കൊടുത്താല് അന്നസ്റ്റ് ഇതിനും ഉമ്മ കൊടുക്കാൻ പാടില്ല? എന്താ? അപ്പൊ ഞാൻ കെട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ ഉമ്മ വെക്കാം? കല്യാണം കഴിക്കണം ഭാര്യനെ. എന്നാ പിന്നെ എന്തിനാ ഞാൻ കെട്ടണ്? കൈമ പിടിക്കാണ്ട്. എന്നാ പിന്നെ കെട്ടാണ്ടിരിക്കുന്നല്ലേ? മേടിച്ചല്ലോ. മിസ്സിനോട് മിസ് എന്ത് കാര്യം പറഞ്ഞു? നമ്മൾ ഇന്നലെ രാത്രിയില്ലേ ഒരു കടയൊക്കെ പോയില്ലേ, അവിടെ ഒരു കാറ്റ് ഫുഡ് കണ്ടില്ലേ? കാറ്റ് ഫുഡോ? ആ കാറ്റ് ഫുഡ് ഇല്ലേ, മറ്റേ നമ്മള് മുടി വെട്ടാൻ പോയില്ലേ, ഒരു ചെറിയ മുടി വെട്ടാൻ പോയ സ്ഥലത്തേക്കില്ലേ, എന്നിട്ട് പോവാ. എന്നിട്ട് ആ കാറ്റ് ഫുഡ് എടുക്ക. ടീച്ചർ പറഞ്ഞു നമ്മള് ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് അയക്ക് കൊടുക്കാണെങ്കിൽ അത് അമ്മന്റെ ഫുഡ് മാത്രമല്ല കഴിക്ക, നമ്മളെ ഫുഡും കഴിക്കുന്ന. അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായി. ഞാൻ എടുത്തോട്ടെ? വലുതാവണം നൈന. നൈന അത് ചെറുതല്ല, വലുതാവണോ? പൊളിച്ച് നശിപ്പിക്കും മൊത്തം നശിപ്പിച്ചു. ഫുഡ് കഴിച്ചപ്പോത്തിന് ഓടാ കൊയങ്ങി. ഒരമ്മായി പോണൊക്കെയാണെങ്കിൽ ഞാൻ മാത്രം കണ്ട് സഹിക്കട്ടെ, നിങ്ങളും കൂടി കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാ കേട്ടോ. ചൂട് 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 സഹിക്കൂല. എടുക്കണില്ല എനിക്ക് എൻ്റെ അമ്മേ. ചൂട് 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 ചൂട്. AC ഉണ്ട്, പക്ഷെ പെട്രോള് തീരാനായിക്കണേ. അപ്പം പെട്രോൾ അടിക്കണേക്കാൾ നല്ലല്ലോ കുപ്പായ വരുന്നത്.
സഹിക്കൂല. അതിനെ പറ്റി മസിൽ കാണിച്ചു കൊടുക്കാൻ എല്ലാവർക്കും. എളുപ്പം വന്നോ, എളുപ്പം വാ, എളുപ്പം വാ നീന. ഏനുട്ടി കയ്യൂലട്ടോ, കയ്യൂല ചുടേ ചുടേ അല്ല ചുടേ കയ്യൂല. ഞാനോ കണ്ടോക്കിയ നല്ലൊരു അമ്മായി പോണോക്കിയ. ഞാനുവിനെ പൂച്ചക്കുട്ടി മേടിച്ചു കൊടുക്കായിട്ട് ഭയങ്കര ദുൽമുണ്ടാക്കല. അവിടെ ഒരു പൂച്ചക്കുട്ടിനെ നമ്മള് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന് ഫുഡൊക്കെ കൊടുത്ത് ആ പൂച്ചക്കുട്ടി അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുത്ത് ആ പൂച്ചക്കുട്ടി. എന്നിട്ട് ആ പൂച്ചക്കുട്ടിനെ അതിനെ ഫോൺ പൂച്ചനെ മുഴുവൻ എടുത്തോണ്ടിരുന്നു അവൾക്ക്. ഞാൻ രണ്ടെണ്ണത്തിന് തൂരിയും പാത്തിയും നോക്കി മനുഷ്യൻ കൂടെ കുഴങ്ങിക്കണം. ഇനിയിപ്പോ പൂച്ചന്റെ കൂടി നോക്കേണ്ടി വരും ഇപ്പൊ. നമുക്കിന്ന് ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചോണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയൊക്കെ ഞാൻ തരുന്നുണ്ട്. നല്ല കേൾക്കാം കേട്ടോ. ഞാൻ എവിടെയൊക്കെ പോയിക്കണേ, ആരെ കൂടെ ഒക്കെ ഇതാക്കിക്കണെന്നും ചോദിച്ചാണ്ട് വരരുത്. ബ്ലഡി ഫൂൾസ്. കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വേർത്ത് വലിച്ചിട്ട് തൂറ്റായി കൂടെ ഒക്കെ ഇങ്ങനെ ഒലിക്കാണ് വേറെ. വീഡിയോയിലുണ്ടല്ലോ ഒരു മൊമെന്റ് വീഴുണ്ട്. അപ്പൊ പെട്രോൾ കഴിഞ്ഞു നോക്കിക്കോളിട്ടോ. അയ്യോ ഇപ്പൊ വരും. ഈ സമയത്ത് നമുക്കൊരു ഗേൾ ഫ്രണ്ടും വേണം. പൊളിക്കും. ഗേൾ ഫ്രണ്ടൊക്കെ ഇട്ട് ഏത് ബൈക്ക് ഓടിയെന്ന് വെച്ചാൽ മതി. ഇതൊക്കെ തന്നെ ജീവിതം. എല്ലാം തികഞ്ഞ മനുഷ്യന്മാരൊന്നുമില്ല. എത്രണ്ട്? ഓ ഇപ്പൊ കഴിയൂ. പൂച്ചക്കുട്ടിനെ മേടിക്കണ്ടേ? പുതിയ മേടിക്കട്ടെ നമുക്ക് പൂച്ചക്കുട്ടിനെ. അവള് പൂച്ചക്കുട്ടിനെ മേടിക്കാത്തോണ്ട് പിണങ്ങിയിരിക്കുകയാണ്. അല്ല നേനോ പിണങ്ങിയിരിക്കല്ലേ നേനോ? പൂച്ചക്കുട്ടി മേടിച്ചെന്ന് തീർന്നില്ലേ? പൂച്ചക്കുട്ടി വേണോ റാബിറ്റ് വേണോ? പൂച്ചക്കുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് സിനിമക്ക് പോവാന്ന്. നമുക്ക് സിനിമക്ക് പോവാ. രൂപ പോയി അടിക്കണം. ഇജ അത് നോക്കണ്ടേ കാണാറാ? നീ റൂമിൽ പോയിട്ട് പെട്രോൾ അടിക്കണം അല്ലേ? പക്ഷെ റൂമിൽ പെട്രോൾ പമ്പില്ല. കൊറേ കമന്റ് വന്നിട്ടുണ്ടല്ലോ ചോദ്യോത്തരത്തിന്റെ. അത് എന്താണുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇന്നിപ്പോ ഒരാൾ എന്നോട് സജസ്റ്റ് ചെയ്തപ്പം ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇന്നല്ല നാളെ നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കാം. ഇത് വേർത്തൊലിച്ച് കേട്ടോ, വേർത്തൊലിച്ച് കാണാ. നാളെ ലൈവ് ചെയ്യാം. നാളെ ലൈവ് ചെയ്യണ്ട. എന്ത് സംഭവം? എന്ത് പറ്റി? ആ പുതുനി മേടിച്ചാ